സഖറിയാവ് അധ്യായം 10. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏതു സസ്യത്തിനും വേണ്ടി മാരി പെയ്ച്ചു കൊടുക്കും. ഗ്രഹബിംബങ്ങൾ മിഥ്യാത്വം സംസാരിക്കുകയും ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ച് വ്യർത്ഥ സ്വപ്നം പ്രസ്താവിച്ച് വൃഥാ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ ആടുകളെ പോലെ പുറപ്പെട്ട് ഇടയനില്ലായകൊണ്ട് വലഞ്ഞിരിക്കുന്നു. എൻ്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു. ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. സൈന്യങ്ങളുടെ യഹോവ യഹൂദാഗൃഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും. അവൻ്റെ പക്കൽ നിന്ന് മൂലക്കല്ലും അവൻ്റെ പക്കൽ നിന്ന് ആണിയും അവൻ്റെ പക്കൽ നിന്ന് പടവില്ലും അവൻ്റെ പക്കൽ നിന്ന് ഏത് അധിപതിയും വരും. അവർ യുദ്ധത്തിൽ ശത്രുക്കളെ വീതികളിലെ ചേറ്റിൽ ചവിട്ടിക്കളയുന്ന വീരന്മാരെ പോലെയാകും. യഹോവ അവരോടുകൂടി ഉള്ളതുകൊണ്ട് അവർ കുതിരച്ചേവകർ ലജ്ജിച്ചു പോവാൻ തക്കവണ്ണം പൊരുതും. ഞാൻ യഹൂദാഗൃഹത്തെ ബലപ്പെടുത്തുകയും യോസേഫ് ഗൃഹത്തെ രക്ഷിക്കുകയും എനിക്ക് അവരോട് കരുണയുള്ളതുകൊണ്ട് അവരെ മടക്കി വരുത്തുകയും ചെയ്യും. ഞാൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ലാത്തതുപോലെ ഇരിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവയല്ലോ. ഞാൻ അവർക്ക് ഉത്തരമരുളും. എഫ്രൈമ്യർ വീരനെ പോലെയാകും. അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കും. അവരുടെ പുത്രന്മാർ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ ഹൃദയം യഹോവയിൽ ഘോഷിച്ചാനന്ദിക്കും. ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കയാൽ അവരെ ചൂള കുത്തി ശേഖരിക്കും. അവർ പെരുകിയിരുന്നതുപോലെ പെരുകും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ വിതറും. ദൂരദേശങ്ങളിൽ വെച്ച് അവർ എന്നെ ഓർക്കും. അവർ മക്കളോടുകൂടെ ജീവിച്ച് മടങ്ങി വരും. ഞാൻ അവരെ മിസ്രയീം ദേശത്തുനിന്ന് മടക്കി വരുത്തും. അശ്ശൂരിൽ നിന്ന് അവരെ ശേഖരിക്കും. ഗിലെയാദ് ദേശത്തിലേക്കും ലെബാനോനിലേക്കും അവരെ കൊണ്ടുവരും. അവർക്ക് ഇടം പോരാതെ വരും. അവൻ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്ന് സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും. നീലനദിയുടെ ആഴങ്ങളൊക്കെയും വറ്റിപ്പോകുകയും അശ്ശൂരിൻ്റെ ഗർവം താഴുകയും മിസ്രയീമിൻ്റെ ചെങ്കോൽ നീങ്ങിപ്പോകുകയും ചെയ്യും. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും. അവർ അവൻ്റെ നാമത്തിൽ സഞ്ചരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്.